ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അമ്മ കണ്ടോ? എന്താ കേട്ടില്ല? ആദ്യം ആ കാതി വെച്ചിരിക്കുന്ന കുന്ത്രാണ്ട് എടുത്ത് മാറ്റി വെക്ക്. സോറി സോറി. ആ എന്താ മോള് ചോദിച്ചേ? ഞാൻ ദേ അപ്പുറത്തെ റൂമിലാ. എന്റെ അമ്മയെ കണ്ടോന്ന് ചോദിച്ചതാ. നല്ല ഭംഗിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, മിടുക്കി കുട്ടി. സത്യം ഇങ്ങനെ തന്നെയാ, നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കും. അല്ല, ആരേ സത്യ? എന്റെ കസിൻ സിസ്റ്ററാ. ആ ശരി, ഞാൻ ശിവൻ. പരിചയപ്പെട്ടതിൽ സന്തോഷം. ഒരു ഓറഞ്ച് തന്നാ കഴിക്കുവോ? തന്നാ കഴിക്കാം. താങ്ക് യു അങ്കിൾ. പപ്പി എന്നാണല്ലേ പേര്? അതെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. പത്മിനിന്നാ എല്ലാരും ഇഷ്ടത്തോടെ വിളിക്കുന്ന പേരാ പപ്പിന്ന്. എന്നാ ഞാനും അങ്ങനെ തന്നെ വിളിക്കാം, പപ്പിക്കുട്ടീന്ന്. ശിവനങ്ങളിന് എന്താ പറ്റിയേ? അതൊക്കെ ഇവിടുത്തെ ഡോക്ടർമാർക്കേ അറിയൂ. ഞാൻ എന്തായാലും അവര് തരുന്ന മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എങ്കിൽ പേടിക്കണ്ട, അങ്ങൾ എല്ലാ അസുഖവും മാറും. ഞാനും പ്രാർത്ഥിക്കാം. എന്നാ പോട്ടെ, ഞാനിത് റൂമിൽ കൊണ്ടുപോയി കഴിച്ചോളാം. മോള് നിന്നേ, ഇങ്ങ് വാ. അല്ല മോളെ, ആരേ വിഷ്ണു അച്ഛൻ? വിഷ്ണു അച്ഛനെ അറിയോ? അറിയില്ല, അതല്ലേ ചോദിച്ചത്. സത്യയുടെ അച്ഛനാ. ആണോ? ഞാൻ വിഷ്ണു അച്ഛനാ വിളിക്കാറ്. ഞങ്ങളോട് ഒത്തിരി ഇഷ്ടാ. ഞങ്ങളും അങ്ങനെ തന്നെയാ. ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുവന്ന് പറഞ്ഞ് മുങ്ങി നടക്കുക. ഒരു ദിവസം ഞങ്ങള് കയ്യോടെ പൊക്കി ബീച്ചിൽ കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കാണാറേ ഇല്ല. മുങ്ങി നടക്കുക, എവിടെയാണെന്ന് അറിയേയില്ല. എന്നാ പിന്നെ നിങ്ങളുടെ വിഷ്ണു അച്ഛൻ പെട്ടെന്ന് വരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഇനി അഥവാ വന്നില്ലെങ്കിൽ ശിവനങ്കിൾ പുറത്തിറങ്ങി എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് കൺമുന്നിൽ കൊണ്ടുവരും. പോരെ? താങ്ക് യു അങ്കിൾ. പപ്പി, മോളെ പപ്പി. ഈ വിഷ്ണു അച്ഛൻ ആളെങ്ങനെയാ? അങ്കിളിനെ പോലെ തന്നെയാ, നല്ല സ്മാർട്ടാ. എല്ലാരെയും ഇടിച്ചു തോൽപ്പിക്കും. പപ്പി ഇവിടെ ഉണ്ടോ? മോൾ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? ഞാൻ ശിവനങ്കിളിനോട് വിഷ്ണുച്ചന്റെ കാര്യം പറഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. ഇവളെന്തെങ്കിലും കുറുമ്പ് പറഞ്ഞായിരുന്നോ? വലിയ വായാടിയാ. വീട്ടിൽ ഒരാളും കൂടെ ഉണ്ട്, ഇത്രയും പ്രായവും. രണ്ടും കൂടി ചേർന്നാ പിന്നെ ഒരാൾക്ക് ഇവരെ ജയിക്കാൻ പറ്റില്ല. പറഞ്ഞു, രണ്ടുപേരുടെയും വീരകഥകളും പറഞ്ഞു. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തന്നെ അത് പകുതി സ്വർഗമാണ്.